നമ്മുടെ ചിതാറിന്റെ വരിയാണ് ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക് മിക്സ് ആയിട്ടുള്ള റെഡ് ആട്ടോ. നോർമൽ റെഡ് അല്ല, പിങ്ക് മിക്സ് ആയിട്ടുള്ള റെഡ്. കോമ്പിനേഷൻ ഗ്രീൻ ആണ്. ഇതിനകത്ത് ഏത് കളർ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആവട്ടോ. കാരണം ഓരോ ഷെയ്ഡ്സ് എടുക്കുമ്പോഴും കോമ്പിനേഷൻസ് അത്ര ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാം ഡിസൈനും ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് വരുന്നത് കേട്ടോ. എല്ലാ രസമാണ് കാണാനായിട്ട്. അപ്പൊ ഇതിന്റെ ബോട്ടം വരുന്നത് ഗ്രീൻ ഷെയ്ഡില്, ഈ സെയിം തന്നെ ഫാബ്രിക് കേട്ടോ. ഇതാണ് ഇതിന്റെ അകത്തെ ആ ഒരു ദുപ്പട്ടയ്ക്കകത്തെ പ്രിന്റ് ആണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് നമുക്ക് ദുപ്പട്ട വരുന്നത്. ഇതിന്റെ നമ്പർ വരുന്നത് M508, റേറ്റ് 999. നമുക്ക് അടുത്ത് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ളൊരു റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചതിന്റെ ഉൾട്ട കോമ്പിനേഷൻ ആണ്, വേറെ വ്യത്യാസമില്ല കേട്ടോ. ദുപ്പട്ടയും ആ ഒരു എനിക്ക് ഡിസൈൻ ചെറിയൊരു വേരിയേഷൻ കാണും. ഇതിന്റെ ബോട്ടം വരുന്നത് യെല്ലോ ഷെയ്ഡില്, സെയിം മെറ്റീരിയൽ തന്നെ കേട്ടോ. ഫുൾ വ്യൂവിൽ ഇങ്ങനെ വരും. ഇതിന്റെ നമ്പർ വരുന്നത് M512, റേറ്റ് 999. നമുക്ക് അടുത്ത കോമ്പിനേഷൻ വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ടോപ്പിന് വരുന്നത്. കോമ്പിനേഷനിൽ ഒരു ബ്രിക്ക് ഷെയ്ഡിന്റെ ഡാർക്ക് ടോൺ, ഡസ്റ്റി ബ്രിക്ക് എന്ന് പറയാം. ഡസ്റ്റി എന്ന് പറയാൻ പറ്റില്ല, ഇതിന്റെ കളേഴ്സ് ഒക്കെ അത്ര നല്ല ഷെയ്ഡ്സ് ആട്ടോ. കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല രസമാണ്. ബാക്കി ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക ഭംഗിയായിട്ട് ഈ ഒരു മെറ്റീരിയൽ വരുമ്പോഴും ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷനുമാണ്. അങ്ങനെ വരാത്തൊരു കോമ്പിനേഷൻ. ഇതിന്റെ ബോട്ടം വരുന്നത് ഈ സെയിം കളർ തന്നെയാണ്, സെയിം പ്രിന്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്പർ M509, റേറ്റ് 990. നമ്മുടെ ലാസ്റ്റ് കളർ കോമ്പിനേഷൻ ഇല്ല കേട്ടോ. ഗ്രീൻ ആൻഡ് റെഡിന്റെ കോമ്പിനേഷൻ ആണ്. ബോട്ടം ഈ സെയിം കളർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാ കളേഴ്സിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ. പ്രിന്റ് ചെറിയ ചെറിയ വേരിയേഷൻ. ഇതൊരു മാംഗോ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു പ്രിന്റ് തന്നെ. ദുപ്പട്ട വരുന്ന ഒരു റെഡ് ഷെയ്ഡില്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഞാൻ വാഷ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതാണ് ബോട്ടത്തിന്റെ പ്രിന്റ്. എൻ്റെ ദുപ്പട്ട വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പോളിഷ് ലുക്ക് പോകുന്നുള്ളതേ ഉള്ളൂ. ആദ്യം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാട്ടോ നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് ഓർത്തോണ്ട് ഞാൻ അത് കാണിച്ചേക്കാന്ന് വെച്ചു. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേന് ഇതൊന്ന് സ്റ്റാർച്ച് മുക്കിയിട്ട് അയൺ ചെയ്യുമ്പോഴത്തേനും ഓക്കെ ആവും കേട്ടോ. ഇത് അയൺ ചെയ്യാത്തതിന്റെ ഇതാണ്. വേറെ വലിയ വ്യത്യാസമില്ല, ഭയങ്കര സോഫ്റ്റ് ആയി വരും. സ്റ്റാർച്ച് മുക്കി എടുത്താൽ മതിയേ. നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങൾ ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്ത് കാണിച്ചത് കേട്ടോ. അല്ലാതെ വേറെ കംപ്ലൈൻസോ ഒരു കളർ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നോർമലി എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു സിൽക്ക് മിക്സ് ആയിട്ട് വരുന്നതല്ല. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു പോളിഷ് ലുക്ക് കുറച്ച് കുറയും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്ത് കാണിച്ചത് കേട്ടോ. ഈ ഒരു ഫിനിഷിലാണ് വാഷ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സ്റ്റാർച്ച് മുക്കി തേച്ച് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടും. ഈ ഭയങ്കര പോളിഷ്ഡ് എഫക്റ്റ് കിട്ടത്തില്ല. ഇതിന്റെ നമ്പർ വരുന്നത് M507, റേറ്റ് 990.